ഈ ഒരു പൾവറൈസർ നമ്മൾ ഹൈറ്റ് കുറവാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊടിക്കാനുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് കുറവുള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ ഈ പൾവറൈസറിൽ സിംഗിൾ സ്റ്റേജും ഡബിൾ സ്റ്റേജും ഉണ്ട്. സിംഗിൾ സ്റ്റേജിൽ നോക്കുകയാണെങ്കിൽ 1 മണിക്കൂറിൽ നമ്മൾ 40 കിലോ ഔട്ട്പുട്ട് കിട്ടും. അത് ഏറ്റവും ചെറിയ ഇതിൽ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് 40 കിലോ ഔട്ട്പുട്ട് കിട്ടും. അത് ഡബിൾ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് 60 കിലോ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. നമ്മുടെ MDMA നൈസ് 12 ഡബിൾ സ്റ്റേജ് പൾവറൈസർ നമുക്ക് 60 കിലോയോളം 1 മണിക്കൂറിൽ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ നല്ലൊരു ഏരിയയിൽ ഒരു മില്ലിട്ട് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 4 മണിക്കൂറെങ്കിലും റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു ദിവസം നമ്മൾ 240 കിലോ പൊടിക്കുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മൾ 7200 കിലോ ആയിരിക്കും പൊടിക്കുന്നത്. ഇത് വളരെ കുറവാണ്. വില്ലേജ് സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് 15 രൂപയായിരിക്കും കിട്ടുന്നത്. ഇപ്പം നമുക്ക് എന്തോരം ചിലവ് വരും നോക്കുകയാണെങ്കിൽ EBയും അതുകൂടാണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരാൾ വെച്ച് കൊടുക്കേണ്ട പൈസ വളരെ കുറവായിരിക്കും. ഒരാൾക്ക് നമ്മൾ 50 പൈസ കൊടുക്കുകയും EBക്ക് നമുക്ക് ഒരു 1.5 രൂപയാണ് ചിലവാകുന്നതെങ്കിൽ നമുക്ക് 1 കിലോയ്ക്ക് 2 രൂപയ്ക്കും ചിലവാകുന്നു. അത്രയും നമുക്ക് ചിലവ് വരുന്നുള്ളൂ. നമുക്ക് 13 രൂപ ലാഭം കിട്ടുന്നതാണ്. നമ്മൾ 1 കിലോയ്ക്ക് 3 രൂപ മെയിൻ്റെനൻസ് ചാർജ് പോവുകയാണെങ്കിൽ നമുക്ക് 10 രൂപ ലാഭം കിട്ടുന്നതാണ്. അങ്ങനെ ഒരു മാസം നോക്കുകയാണെങ്കിൽ നമുക്ക് 7200 കിലോ പൊടിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് 72,000 രൂപ ലാഭം കിട്ടുന്നതാണ്.